നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. Stop it. ഈ ശാലിനിക്ക് ഇത്രയൊക്കെ ചെയ്യാങ്കി ഈ ചെക്കന് ഇതിനപ്പുറം ചെയ്യാൻ പറ്റും. നീ കണ്ടോ ഇനി ആ കളി. അമ്മ കണ്ടില്ലേ? നല്ല വ്യക്തമായിട്ട് കണ്ടല്ലോ. ഇനി എന്ത് തെളിവ് അമ്മയ്ക്ക് വേണ്ടേ? കാർത്തിക് എങ്ങനെ എന്റെ അടുത്തെത്തിന്ന് നല്ല സ്പഷ്ടമായിട്ട് പറഞ്ഞ സ്ഥിതിക്ക് ആ വിഷയം ഇവിടെ അവസാനിപ്പിക്കുന്നതാ നല്ലത്. ഞാൻ പറഞ്ഞില്ലേ ചെക്കന് ചൂടുപിടിച്ച് വരുന്നുണ്ട്. ചെയ്തതും ചെയ്യിപ്പിച്ചതും എല്ലാം നമുക്കിവിടെ മറക്കാം. ശാലിനി ഒത്തുള്ള ജീവിതം അത് മാത്രമേ ഞാനിപ്പോ ആവശ്യപ്പെടുന്നുള്ളൂ. ഇനിയിപ്പൊ അമ്മ പറഞ്ഞതുപോലെ അവൾക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഞാനത് സഹിച്ചു. അമ്മ ഇനിയെങ്കിലും ഞങ്ങളൊന്ന് ഒന്നിച്ചു കഴിയാൻ അമ്മയൊന്ന് അനുവദിക്കേ. ഈ താലി ഞാൻ കെട്ടേണ്ടത് എന്റെ ശാലിനിയുടെ കഴുത്തിലാ. ഒരുപാട് ചോദ്യങ്ങൾക്ക് ഇവൾ ഉത്തരം പറയുന്നുണ്ട്. പക്ഷെ എന്റെ ചോദ്യങ്ങൾക്ക് മാത്രം ഇവൾ ഉത്തരം പറയുന്നില്ല. എന്റെ ചോദ്യത്തിന് എന്ന് ഉത്തരം കിട്ടുന്നോ അന്ന് എനിക്ക് ശാലിനി അംഗീകരിക്കാൻ പറ്റൂ. വിഷ്ണു എടാ ഭാമ എന്നും പറയട്ടെ. ദേ മുഹൂർത്തം കഴിയാറായി. നിന്റെ ജീവിതത്തിലെ ജീവിതകാലം മുഴുവൻ കല്യാണ മുഹൂർത്തം കുറിച്ച് നടക്കാനാവില്ലേ അച്ഛന്? ദേ എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ അതിപ്പോ ചെയ്യണം. ഡാ ശാലിനിയുടെ കഴുത്തിൽ ആ താലി നീ ഒന്നുകൂടെ കെട്ടണം. വിഷ്ണു, എന്റെ സമ്മതത്തിൽ ഇവിടെ ഇങ്ങനെ ഒരു ചടങ്ങ് നടക്കില്ല. സത്യഭാമയ്ക്ക് ഒറ്റ വാക്കേ ഉള്ളൂ, ഒരു പ്രവൃത്തിയും. ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത് സത്യാമ്മേ? ചടങ്ങ് നടത്തിയിട്ടേ നിങ്ങൾ പ്രതിഫലം വാങ്ങിക്കുന്നു നിർബന്ധമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് എടുക്കാനുള്ളത് എന്താന്ന് വെച്ചാ എടുത്തോ. ഇനി ഇവിടെ ഒരു ചടങ്ങും ഇല്ല. ഇത് ഞാൻ തീരുമാനിച്ച കല്യാണമാ. ഇത് നടക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് ഞാൻ തന്നെയാ. വന്നവർക്കെല്ലാം ഭക്ഷണം കഴിച്ചിട്ട് പോകാം. മോനെ ശാലിനെ പിടിച്ച് അടുത്തോട് നിർത്ത്. ആ നിർത്ത്. ശാലിനി വാ. തിരുമേനി, നിങ്ങൾക്ക് ഞാൻ തരും മറ്റുള്ളവർ തരുന്നതിനേക്കാൾ കൂടുതൽ ദക്ഷിണ. ആ താലി എടുത്ത് അവന്റെ കൈ കൊടു. ഓ ഇനി പൂജകളൊക്കെ അതിന്റെ മുറപോലെ നടക്കട്ടെ. കെട്ടടാ മോനെ. വിഷ്ണു, എന്നെ ധിക്കരിക്കാൻ നിന്റെ പുറപ്പാടല്ലേ? അല്ല, എന്റെ ശാലിനിക്ക് ഞാൻ കൊടുത്ത വാക്ക് പാലിക്കാൻ. ഇത് കഴിഞ്ഞുള്ള വരുംവരായികളെല്ലാം ഒരിക്കൽ നീ അനുഭവിച്ചതാ. ആ ഒരു അനുഭവത്തിന്റെ പുറത്ത് എനിക്കിപ്പോ ഇത് ചെയ്തേ പറ്റൂ അമ്മേ. അതുകൊണ്ട് അമ്മ എന്നോട് അങ്ങ് ക്ഷമിക്കുക. വിഷ്ണു, ഒരൊറ്റ രാത്രി കൊണ്ട് ഇരുട്ട് വെളുക്കുന്നതല്ല ലോകം. അമ്മേ, ആ ലോകത്ത് നടക്കാനും നിൽക്കാനും പഠിപ്പിച്ചത് അമ്മ തന്നെയല്ലേ. ഇനി ഞാനൊന്ന് സ്വയം നടന്നു നോക്കട്ടെ. തെന്നി വീഴുമ്പോഴേ
പിന്നാലെ വരണമെന്ന് പറയരുത് എന്നോട്. അല്ല, ഇനി അമ്മയുടെ കൺവട്ടത്ത് പോലും ഞാൻ വരില്ല. ഓ, ഞാനുമായിട്ടുള്ള സകല ബന്ധങ്ങളും അറുത്തു മുറിച്ചിട്ടേ നീ ഇവളുടെ കഴുത്തിൽ താലി കെട്ടാൻ പാടുള്ളൂ. ഡാ വിഷ്ണു, മുഹൂർത്തം കഴിയുന്നു. നീ താലി കെട്ട്. ബാക്കി പ്രസംഗമൊക്കെ നമുക്ക് പിന്നെ കേൾക്കാം. വിഷ്ണു, ഒരമ്മ മനസ്സ് നൊന്ത് പ്രാഗിയ. 7 ജന്മം കഴിഞ്ഞാലും ഏത് പാപനാശങ്ങളിൽ കുളിച്ചാലും അത് മാറില്ല. ഇപ്പൊ നീ ഇവളുടെ കഴുത്തിൽ താലി കെട്ടുമായിരിക്കും, പക്ഷേ സ്വസ്ഥതയോടെ നീ ഇവളുടെ ഒപ്പം ജീവിക്കില്ല ഒരു നിമിഷം പോലും. കേട്ടടാ, പിന്നെ ദുർവാസാവിന്റെ കൊച്ചുമോളൊന്നും അല്ലല്ലോ ശപിച്ച് കല്യാണം മുടക്കി കളയാൻ. കഷ്ടം. കേട്ടോ അങ്ങോട്ട് തിരുമേനി, പൂജ നടക്കട്ടെ. ശാലിനി വാ. Stop it! താലികെട്ടാൻ വരട്ടെ. ഒരു കൊലപാതക കുറ്റത്തിന്റെ പേരിൽ വിഷ്ണുവിനെ ഞാൻ അറസ്റ്റ് ചെയ്യാൻ പോവുക. കൊലപാതകോ? അതെ, ആസൂത്രിതമായൊരു മർഡർ. അത് ചെയ്യിച്ചത് നീയാണെന്ന് ഞങ്ങൾക്ക് വ്യക്തമായി കഴിഞ്ഞു. ആരെ കൊന്നെന്നാ നിങ്ങൾ ഈ പറയുന്നേ? അത് ആരെയാണെന്ന് അറിഞ്ഞാലേ നീ ഇവിടുന്ന് അനങ്ങത്തുള്ളൂ, അല്ലടാ? മിസ്റ്റർ ACP, മേഡം, ആരെയാണ് കൊന്നതെന്ന് അറിയാനുള്ള അവകാശം പ്രതിയാക്കപ്പെടുന്ന ആൾക്കുണ്ട്. ഇനി അതും ACPയുടെ രഹസ്യ നിയമാവലിയിൽ പറഞ്ഞിട്ടില്ലെന്നുണ്ടോ? മരണപ്പെട്ടത് കാർത്തിക. അയ്യോ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.